ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അരിയുണ്ട. അരിയുണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പുഴുക്കലേരി കേട്ടോ എടുക്കണത്. നമ്മുടെ ചോറ് വയ്ക്കണ അരി. അത് നമ്മൾ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വയ്ക്കണ്ട. കഴുകി ഉടനെ തന്നെ നമുക്ക് ടർക്കിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് പേപ്പറിലോ ഇട്ടിട്ട് അതൊന്ന് ഉണക്കി വെള്ളം ഒന്ന് മാറണം അതിലത്തെ. എന്നിട്ട് അതിലൊരു നനവും വേണം കേട്ടോ. എന്നാലാണ് ചീഞ്ചട്ടിയിൽ ഇടുമ്പോൾ നല്ല പൊരിഞ്ഞോണാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കല്ലച്ച മാതിരി ആവും. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിടാം. ഒരു ടർക്കിയിലേക്ക് നമുക്കിടാം. വെള്ളം ഒന്ന് വലിയണം, അതിന് വേണ്ടിയിട്ടിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഇതേ നല്ല ഉണങ്ങിയ മാതിരിയായിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എടുക്കാം. ടർക്കിയിൽ ഇട്ട് കഴിയുമ്പോഴേക്കുമേ വേഗം ഉണങ്ങും കേട്ടോ. നമ്മളിത് കുതിർത്താത്ത കാരണമാണ് വേഗം ഉണങ്ങി കിട്ടും. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് അരി വറുക്കാം. എന്നുവെച്ചാൽ കുറച്ചിട്ടാലേ അത് നന്നായിട്ട് പൊരിയുള്ളൂ കേട്ടോ. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല. വേണ്ടോ, നല്ല പൊരിയണുണ്ടോ. കുറച്ച് നനവും കൂടി ഉള്ള കാരണമാണ് ഇതുപോലെ പൊരിയണത്. ഇത് മഴക്കാലം ആയാലും നമുക്ക് അരി വറുത്ത ഉണ്ട ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ഉണക്കണമെന്നില്ല. വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. അരി വറുത്തത് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് 4 ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. അരി പൊടിച്ചിട്ട് നല്ല നൈസായിട്ട് ഏലക്കായയും കൂട്ടിയിട്ട് അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം ശർക്കര വേണം. നാഴി അരിക്ക് 1/4 കിലോ അരിക്ക് 250 ഗ്രാം ശർക്കരയും ഒരു ചെറിയ നാളികേരമാണെങ്കിൽ അത് മുഴുവനും വേണം കേട്ടോ. വലിയ നാളികേരം വേണ്ട, മീഡിയം സൈസ് നാളികേരം. അത് നല്ല പഴുപ്പിൽ കഴിഞ്ഞുള്ള പാകമാണ് നല്ലത്. എന്നുവെച്ചാൽ തേങ്ങാപ്പാൽ അങ്ങനെയല്ല, അതിൻ്റെ വെളിച്ചെണ്ണ വരണം. എന്നാലാണ് ആ ഉണ്ടയ്ക്ക് സ്വാദ് വരുള്ളൂ. അപ്പം അങ്ങനത്തെ നാളികേരം വേണം എടുക്കാനായിട്ട്. പച്ച നാളികേരം എടുക്കുമ്പോഴേ അതിൻ്റെ തേങ്ങാപ്പാലാണല്ലോ വരിക. അപ്പോൾ ഇത്തിരി ഉണങ്ങിയ നാളികേരം എടുത്താലാണ് ഉണ്ടയ്ക്ക് സ്വാദും അത് കേട് വരാണ്ടിരിക്കാനും അത് തന്നെയാണ് നല്ലത്. ഇതിപ്പോൾ മിക്സിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഒരല്ലാണ് ഇത് ചെയ്യണത്. ഒരല്ലാവുമ്പോഴില്ലേ നമുക്കതിങ്ങനെ ഇടിച്ചിങ്ങനെ മറിഞ്ഞ് വരും. നല്ല മിക്സ് ആവാനായിട്ട് ഒലക്കയും കൊണ്ട് ഇടിച്ചാലാണ് കുറച്ചും കൂടി അതിന് മയോ നല്ല സ്വാദം. സൗകര്യം ഇല്ലാത്തവർക്ക് മിക്സിയിലാവാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് രണ്ടും കൂടി നാളികേരവും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിയിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഒരല്ലാണ് ചെയ്യാൻ പോണത്. നമുക്ക് ഇടിക്കാം കേട്ടോ. ആദ്യം നാളികേരം ഇടാം. ശർക്കര ഇടാം. ശർക്കരയും നാളികേരം കൂടി ഇടിച്ചിട്ട് നല്ല ഗ്രേവി പോലെ വരും കേട്ടോ. അപ്പം നമുക്ക് അരിയുടെ പൊടി ഇടാം. വറുത്ത് പൊടിച്ച പൊടി ചേർക്കാം. കണ്ടോ, നല്ല ഇതായിട്ട് മിക്സായിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴേ ഇങ്ങനെ അങ്ങോട്ട് കുഴഞ്ഞ് വരില്ല നാളികേരവും ശർക്കരയും കൂടി. അതാണ് ഒരലിടിച്ചാലുള്ള പ്രത്യേകത. ഇനി അരിപ്പൊടി ചേർക്കാം. വറുത്ത അരിപ്പൊടി.
അരിയുണ്ട ഇടിച്ചത് ഈ പരുവായിട്ടോ നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നമുക്ക് അരിയുണ്ട ഉരുട്ടാം. മീഡിയം ഉരുളിയാക്കിയാൽ മതി കേട്ടോ. അപ്പോഴാണ് വലിയ ഉരുളിയാക്കിയാൽ തിന്നാൻ ബുദ്ധിമുട്ടാവും. ഇത് ഒരല്ലി ഇടിച്ചാരണോണ്ടേ നമുക്ക് നന്നായിട്ട് കണ്ടോ നല്ല സോഫ്റ്റായിട്ടോ ഉണ്ടാ. നമ്മുടെ അരിയുണ്ട റെഡിയായി. ഇതാ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റണ ഒരാഹാരം കൂടിയാണ്. കുറച്ച് ശർക്കരയും നാളികേരവും ഒരു ഗ്ലാസ് അരി നാഴി അരി എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 20 എണ്ണ ഉണ്ട്. ഒരു നേരത്തേക്ക് നല്ലോണം തികയും ഇത്. പിന്നെ ഇത് കൂടുതൽ ദിവസം വച്ചക്കാനൊന്നും നമ്മൾ പോകണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല സ്വാദും നല്ലതുമാണിത്. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്തൊരു നാടൻ വിഭവമായിട്ട് ഞാൻ ഉടനെ എത്താം. ബൈ.